അവരെങ്ങനെ സെക്ഷുവലി യൂസ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്ത്. അതിൽ നിന്ന് ഉപയോഗിച്ചോ അതിലൊക്കെ നമ്മൾ ചിലപ്പം ഒരു പ്രശ്നം ആ സമയം അല്ലെങ്കിൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു സ്ഥലം നമുക്ക് അറിഞ്ഞിടാത്തൊരു സ്ഥലം അവിടെ നമ്മൾ ചിലപ്പം അതിൽ പെട്ടുപോകുമായിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു, ആ ആളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആളിന് മാത്രമേ അറിയാവൂ. പക്ഷേ സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഒത്തു കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ അവിടെ ഒരു പീഡനം നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത്. അതൊക്കെ തന്നെയാണ്. അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോവുക, ആ വീട്ടിലെ പശുവിനെ മേയ്ക്കുക, ആ കുഞ്ഞായിരിക്കണം ഞാൻ പശുവിനെ മേയിച്ചൊക്കെ വളർന്ന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ 3 പെൺപിള്ളേരെ കൂടെ ഞാൻ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങ് കയറും. പിന്നെ നാടകം കളിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അമ്മായിയമ്മയാവാം, മരുമോളാവും, എന്ത് കഥാപാത്രവും അന്നും ഞാൻ പെൺകുട്ടിയായിട്ട് അന്ന് ടീച്ചറിൻ്റെ സാരി, വീട്ടിൽ അമ്മയുടെ സാരി ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ. ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ ലൈഫ് മൈ സിഗ്നേച്ചർ. ഇന്ന് മൈ ലൈഫ് മൈ സിഗ്നേച്ചറിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു കലാകാരിയാണ് അമയ പ്രസാദ്. അമയ പ്രസാദായ കഥയും അമയ എങ്ങനെയാണ് കലാരംഗത്ത് മുന്നോട്ട് പോകുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ അമയ തന്നെ തുറന്നു പറയുന്നത്. അമയ, സ്വാഗതം. അപ്പോൾ അമയ പ്രസാദ് അമയ ആയത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മൈ ലൈഫ് മൈ സിഗ്നേച്ചർ ആരംഭിക്കാം. അമയ ആയത് എല്ലാവർക്കും അറിയാം, നമ്മളെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെല്ലാവരും ഒരു ലൈഫിൽ നിന്ന് മറ്റൊരു ലൈഫിലേക്കായിരിക്കും വരിക. അപ്പോൾ സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ എടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തേക്ക് വരുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് അതിന് മുന്നേ അമയ്ക്ക് മുന്നേ കുറേ പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് ഇൻസിഡൻറ്റുകളിലൂടെയും ഇതിലൂടെയൊക്കെ തന്നെയാണ് അമയായി മാറിയത്. തീർച്ചയായിട്ടും അതൊരു വലിയ സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു. ഈ ഇതിലെത്താൻ ഒരുപാട് പ്രയത്നിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ എത്താനെന്ന് വെച്ചാൽ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മയെ തന്നെ സൂചിപ്പിച്ചത് ഒട്ടേറെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ചിട്ടാണ് സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ ജീവിതം എന്ന് തന്നെ പറയാം. ഈ ഒരു കലാകാരി എന്നുള്ള അറിയപ്പെടുന്ന ഒരു മോഡൽ കലാകാരി, എഴുത്തുകാരി എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. അങ്ങനെ ആ സ്വത്വം തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടുള്ള ഒരു പ്രയാണം അത് എങ്ങനെയായിരുന്നു? കലാകാരി ആയിട്ടുള്ളതാണ്. അത് കലാകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കലയോട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ കലാപ്രതിഭയൊക്കെ ആയിരുന്നു ആ സമയത്ത്. 7ാം ക്ലാസ്സിൽ അവസാനം എത്തുമ്പോൾ കലാപ്രതിഭയാവും. എന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്നും സപ്പോർട്ട് ഉണ്ടാകുന്ന ചോദിച്ചാൽ അമ്മയുടെ മാത്രം ചെറിയൊരു സപ്പോർട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്നെ സ്കൂളിൽ പഠിക്കുന്ന പഠനകാലത്ത് എൻ്റെ ടീച്ചറായിരുന്നു. ശാന്തമ്മ ടീച്ചറാണ്. ടീച്ചർ സ്നേഹത്തോടെ മേളിലുണ്ടാവും. കാരണം അത്രയും ഇഷ്ടപ്പെടുന്ന ടീച്ചറാണ്. കാരണം ടീച്ചറാണ് എനിക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രചോദനം തരുന്നത്. ഇപ്പം മാഗസീൻ എഴുതുന്നതായാലും ചെറുകഥ എഴുതുന്നതായിരുന്നാലും കവിത എഴുതുന്നതായിരുന്നാലും അന്നേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോത്സാഹനം തരുമായിരുന്നു. ഒരു മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് ഒരു മേശയുടെ ഒരു അറ്റത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു 4ാം ക്ലാസ്സുകാരനെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന് ക്ലാസ് ലീഡറാക്കി. അത് കഴിഞ്ഞ് 5, 6, 7 ക്ലാസ് വരെ ടീച്ചർ തന്നെ ക്ലാസ് ടീച്ചർ. അന്ന് DP EP ആ ഒരു സിലബസ് സമയമായിരുന്നു. അപ്പം ആ ടീച്ചർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും. അപ്പം അന്നും എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടീച്ചർ ഒരു സാധാരണ കുട്ടിയാണ്. അപ്പോൾ അന്ന് വരുമ്പോൾ മുഷിഞ്ഞ ഡ്രസ്സും ബാഗില്ല, ബുക്ക് കയ്യിൽ വെച്ച് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം ടീച്ചർ അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ടീച്ചർ പിന്നെ മനസ്സിലാക്കിയപ്പോഴാണ് കുടുംബത്തിലെ സാഹചര്യം അങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും വളർന്നു വരാനുള്ള സിറ്റുവേഷൻ ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരാളാണെന്ന് മനസ്സിലായപ്പോഴാണ് ടീച്ചർ പിന്നെ പഠിപ്പിക്കാൻ സഹായിക്കാൻ തുടങ്ങി. 7 തൊട്ട് പിന്നെ 10ാം ക്ലാസ് വരെ ടീച്ചർ സഹായിച്ചു. 7ാം ക്ലാസ്സിലാകുമ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ടീച്ചറും റിട്ടയർഡ് ആയിരുന്നു. ടീച്ചർ അവിടെ നിന്ന് വിരമിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 8 മുതൽ 10 വരെ ടീച്ചർ മാറിയപ്പോൾ അടുത്തൊരു ടീച്ചറിന്
എന്നാൽ ടീച്ചർ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് വേറൊരു ടീച്ചറിലേക്ക് എന്നെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ എന്നെ പഠനത്തിൽ ഇതാക്കാൻ വേണ്ടി ടീച്ചർ 10ാം ക്ലാസ് വരെ അടുത്ത് വേറൊരു ടീച്ചറെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു സ്നേഹം, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ കലാപരമായിട്ട് അന്ന് മുതൽ തുടങ്ങിയ ഒരു നമുക്ക് ത്വരയുണ്ടല്ലോ, അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ക്ലാസിക്കലി കൊണ്ടുപോയി പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അതിനൊന്നുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ ഉള്ളിലുള്ള കഴിവിനെ പുറത്ത് കൊണ്ടുവന്ന് എങ്ങനെ മുന്നോട്ട് വരാം, നാടകമാവാം, ഡാൻസ് ആവാം, പാട്ടാവാം, ഇപ്പം എന്താ പറയുക, സംഘഗാനം, ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു. അന്നേ ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെയായിരുന്നു കൂടുതലും എല്ലാ പ്രോഗ്രാമിലും. ഇപ്പോൾ 5 പേര് ഡാൻസ് കളിക്കണമെങ്കിൽ 3 പെൺപിള്ളേരെ കൂടെ ഞാൻ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങ് കയറും. പിന്നെ നാടകം കളിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അമ്മായിയമ്മയാവാം, മരുമോളാവും, എന്ത് കഥാപാത്രവും അന്നും ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെ. അന്ന് ടീച്ചറിൻ്റെ സാരി, വീട്ടിൽ അമ്മയുടെ സാരി, ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അന്നും ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടത്. അന്ന് നമ്മുടെ ഉള്ളിൽ പെൺകുട്ടികളോടായിരുന്നു കൂടുതൽ ഇഷ്ടം, പെൺകുട്ടികളോടായിരുന്നു കൂടുതൽ സ്നേഹം, അങ്ങനെ പെൺകുട്ടികളായിരുന്നു കൂട്ടൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഇപ്പം പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞ മാഗസീനിലൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനം അതായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ആത്മകഥയൊക്കെ എഴുതിയതിന് ശേഷം അതൊക്കെ ഒരു വളരെ തുറന്നു പറച്ചിലായി. അപ്പോൾ അതിനകത്ത് ഒരുപാട് കനൽ വഴികൾ കാണുന്നുണ്ട്, ഒരുപാട് വീർപ്പുമുട്ടലുകൾ കാണുന്നുണ്ട്, ഒരുപാട് വിഷമതകൾ കാണുന്നുണ്ട്, ഒരുപാട് എന്താ പറയുന്നത്, കുറച്ചുകൂടെ നമ്മൾ പച്ചയായിട്ട് പറഞ്ഞാൽ ചവിട്ടി തേക്കലിൻ്റെയൊക്കെ കുറേ കടമ്പുകളൊക്കെ കടന്നു വന്നു. അതാണ് നമ്മൾ ഈ പറയുന്ന ആത്മകഥയിലേക്ക് കുറിച്ച് വെച്ചത്. അങ്ങനെയാണ് ആത്മകഥ എഴുതണമെന്ന് തോന്നാൻ കാരണം ഞാൻ അനുഭവിച്ച വേദന അത് വലിയ വേദന തന്നെയായിരുന്നു. ഇപ്പോഴും അതിനെ പറഞ്ഞുകൊണ്ട് എന്നെ കുത്തി വേദനിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സമയത്തുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. കാരണം എത്ര പേര് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ലൈഫ് അത് വായിക്കുമ്പോൾ ഒരുപാട് പേര് അത് എൻ്റെ ആത്മകഥ വായിച്ചത്. അപ്പം അത് എഴുതാൻ ഒരു ഇത് തോന്നിയത് കാരണം ഞാൻ എന്തെന്ന് അറിയണം. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം സമൂഹം എന്ന് പറയുമ്പം എല്ലാവരും അമ്മയെ അറിയണമെന്നില്ല. അപ്പോൾ ഒരു നിമിഷം ഇപ്പം ലൈബ്രറി പോവുക, ഒരുപാട് വായിക്കുന്ന ആൾക്കാരുണ്ട്, വായിക്കാത്തവരാരുമില്ല. അപ്പോൾ കുട്ടികൾ വായനാശീലം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ ആത്മകഥ വായിക്കുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാവുന്ന കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. ഒരാളുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്, അതാണ് ഞാനത് എഴുതാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം. കാരണം അയാൾ ഇങ്ങനെയാണ് ജീവിച്ചത്, അയാൾ സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ വന്നു. ഇപ്പോൾ അമ്മയായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും എനിക്ക് ഉയരങ്ങളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനത് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയാം. പല മേഖലയിൽ ഇന്നതിൽ നിന്നുള്ളതല്ല, എല്ലാത്തിലും ഞാൻ സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അന്നത്തെ ഒരു ആത്മകഥയിൽ പറയുന്ന ഒരു വിഷമം നിറഞ്ഞ കാലഘട്ടം അതൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അത്രയ്ക്ക് തീഷ്ണമായ കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അതെ, ഒരാൾ കടന്നു വന്ന വഴികൾ, പല സാഹചര്യങ്ങൾ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്കറിയാം ആ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഓരോ സിറ്റുവേഷനിലും ഇപ്പം കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഒരു കുഞ്ഞു ഫാമിലി ഇപ്പോഴും ഇപ്പം മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചെന്ന് പറയുമ്പോഴും ഇപ്പോഴും എൻ്റെ വീട് എന്നൊക്കെ പറയുന്നൊരു കുഞ്ഞു വീട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ജനിച്ചു വളർന്ന വീട്. കാരണം ഒരു കൈപിടിച്ച് താങ്ങാൻ അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്താൻ അങ്ങനെ ഒരു ആൾക്കാരുണ്ടായില്ല എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ഒരു അമ്മുമ്മ, അങ്ങനെ ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു. അപ്പം അവരൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ വന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പം ആ സമയം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ എന്നെ വളർത്താൻ കഷ്ടപ്പെട്ടത്. എന്നാൽ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോവുക, ആ വീട്ടിലെ പശുവിനെ മേയ്ക്കുക. ആ കുഞ്ഞായിരിക്കണം ഞാൻ പശുവിനെ മേയ്ച്ചൊക്കെ വളർന്ന് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോഴും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. കരയിപ്പിക്കില്ലേ, അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇപ്പം ഓർത്തപ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്കും അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പലരും പറയുന്നതിൻ്റെ അപ്പുറത്താണ് നിങ്ങളുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ
മറ്റൊന്ന് പറയുന്നത് വെല്ലുവിളി എന്നല്ല, വളരെ തരത്തിലുള്ള ചൂഷണങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പലരൊക്കെ പല ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ അവഗണനയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി നമ്മൾ വേറെ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരും. പക്ഷേ അവിടെയാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഒരു കാലിബർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉറച്ച മനസ്സെന്ന് പറയുന്നത്, അവിടെയാണ് നിങ്ങൾ വിജയം കണ്ടെത്തിയത്. അവിടെ നിങ്ങൾ തളർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഒരിടം എത്തില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതാ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ പലവർക്കും പറയാൻ, ഇപ്പോൾ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക്, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് പറയാനൊരു കഥയുണ്ടാവും, എല്ലാവർക്കും ഒരു കഥയുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വളർന്നു വന്നത് മുതലേ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വളർന്നു വന്ന ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ സമയമുണ്ട്. അമ്മ, ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്നെ കഷ്ടപ്പെടുത്തി ഇതുവരെ കൊണ്ടുവന്ന് വളർത്തി മുന്നോട്ട് പോകുമ്പോഴും ആ സാഹചര്യം മുതലേ അങ്ങോട്ട് വരുന്ന ഒരു സ്ട്രഗ്ലിങ് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഫാമിലിയിലെല്ലാവരും വലിയ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ അവിടെ നിന്ന് നമ്മളുടെ സ്വത്വവും കൂടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള ഒരു പെൺകുട്ടി അതിനെ മറച്ചു വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളതായിരുന്നു എൻ്റെത്. അത് നമ്മുടെ ഉള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ട്. ഞാൻ വളർന്നു വന്ന രീതിയും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ എന്നുള്ള ചിന്തിച്ചൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയില്ല ഇങ്ങനൊരു സമൂഹത്തിൽ ഇങ്ങനെ ഒരാൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനത് തിരിച്ചറിയാൻ തന്നെ എൻ്റെ 26 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതുവരെയും എൻ്റെ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനത് ഉള്ളിൽ ഒതുക്കി ജീവിക്കുക എന്ന് പറയില്ല, എല്ലാവരും പല ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവാം. അപ്പോൾ അത് ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ പറയപ്പെടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാനിപ്പം ജനിച്ച് വളർന്ന സ്ഥലത്തെ ആൾക്കാർ പ്രസാദ് എന്ന് പറയുന്ന എന്നെ എങ്ങനെ കണ്ടിരുന്നു എന്ന് വെച്ചാൽ, അവിടുത്തെ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ പോകുന്ന ഒരു മാഷ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നു, വരുന്നു, വീട്ടിൽ വരുന്നു, കോളേജ് ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നു. +2 കഴിഞ്ഞ് ഇതൊക്കെ ഡിഗ്രിക്ക് BBA ആവുന്ന സമയത്ത് പോലും +2 കഴിഞ്ഞപ്പോഴേ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന് തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ഭയങ്കര സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു. വീട്ടിലെ സാഹചര്യം ഇങ്ങനെയാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ പോലും അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോഴും നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ആണ് ചേർത്ത് പിടിക്കുന്നതെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, തൊട്ടടുത്ത വീട്ടിൽ അവർ പോലും ചേർത്ത് പിടിക്കുന്നത്. അന്ന് മുതലും എൻ്റെ ഉള്ളിലുള്ള ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് അത് ഒതുക്കി തന്നെ ജീവിച്ചു. അതിനിടയിൽ ഒരുപാട് സിറ്റുവേഷൻ പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വന്ന് വിട്ടതൊരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ കേരളത്തിലെ എന്നല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഓരോ മനുഷ്യരും അവരുടെ സ്വത്വങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള എല്ലാ ഒരു സാഹചര്യവും സമൂഹം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞ് പൂർണ്ണമായും അല്ല, എന്നാലും അത്യാവശ്യം പഴയതിനേക്കാളും ഇത്തിരി മെച്ചം ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളിലൂടെ ഇതുവരെ വന്നു പെട്ടു എന്ന് പറയും ഇപ്പോഴത്തെ എല്ലാ രീതിയിലുള്ള സാഹചര്യം. അതങ്ങനെയാണെങ്കിൽ പോലും ഞാൻ തുറന്നു ചോദിക്കാം, വേറെ തെറ്റിദ്ധരിക്കുന്നു. അതായത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു സ്വന്തം തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ, അപ്പോൾ അന്ന് പിന്നെ അമ്മയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അമ്മയെ പ്രസാദം എന്ന് പറയുന്ന ആ പ്രസാദമായി നിൽക്കുന്ന സമയത്ത് ശാരീരികമായി നമുക്കറിയാലോ, ഹോർമോൺ വളർച്ചയൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടാവും, ടീനേജിലേക്ക് വരുന്ന ആ ഒരു ടൈമിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാവും. ആ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുക, അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. അത് എല്ലാവർക്കും ഇൻസിഡൻസുകൾ ഒരുപാടുണ്ട്. ഒരുപാട് നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങളിൽ പെടുന്നതായിരിക്കും. സമൂഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ സാധാരണ കിടക്കുന്ന ഒരു രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പേടിയുള്ള സമയവും കാലങ്ങളുമാണ്. അപ്പോൾ ആൺകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന സമയം, മദ്രസയിൽ നമ്മൾ അതെടുത്ത് പറയാൻ പാടില്ല, പക്ഷേ പല ഇതിലുമൊക്കെയും ചിലപ്പോൾ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരുണ്ടാവാം, അങ്ങനത്തെ കോളേജുകളിൽ നടക്കുന്ന ഇൻസിഡൻസുകൾ, റാഗിങ്ങും പ്രശ്നങ്ങളും ഒക്കെ അറിയാം. അപ്പോഴും ചൂഷണം ചെയ്യുന്ന ശ്രേണതയുള്ള പിള്ളേരുകളും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അവരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മൾ പല ഇതിലൂടെ വായിക്കുന്നുണ്ട്. പിന്നെ കൊച്ചു ആൺകുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന, ഒരു കുഞ്ഞു പിള്ളേരെ വരെ പീഡിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെപ്പോലെയുള്ളവർ ജനിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ പോലും ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നതാണ്. അത് ഓരോ മനുഷ്യൻ്റെ സ്വഭാവം. നമ്മൾ കുറച്ചടുത്ത് ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ളാവുന്ന ഇത് വേറെ ആയിരിക്കാം.
പക്ഷെ നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ ഇതിലേക്ക് അങ്ങ് ചെന്ന് പെടുക എന്ന് പറയാം. പക്ഷേ ഒരു മനുഷ്യനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു, ആ ആളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആളിന് മാത്രമേ അറിയാവൂ. പക്ഷേ സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഒത്തു കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ അവിടെ ഒരു പീഡനം നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത്. അതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞത്. അല്ല, അന്നത്തെ ഞാൻ പറഞ്ഞതല്ല, അത് നമ്മൾ നിങ്ങളെ ഇത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന, അതാണ് ഏറ്റവും ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ മിസ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാൻ അവിടുത്തെ ചേച്ചിമാരും അമ്മമാരോടൊക്കെ ഉള്ളൊരു കണക്ഷനും ബന്ധങ്ങളുമായിട്ട് ഓടി നടക്കുകയായിരുന്നു. പിന്നെ പല സാഹചര്യങ്ങളിലും പല സ്ഥലത്തുമൊക്കെ ഈ ഷൂട്ടിംഗ്, അന്നും ഞാൻ ഡിഗ്രി പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആക്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ ആ സമയം മുതലേ ഷോർട്ട് ഫിലിംസുകളും ആൽബങ്ങളും സീരിയൽസുകളൊക്കെ അഭിനയിക്കാനായിട്ടൊക്കെ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ പോയ സമയങ്ങളിലൊക്കെയും പല സ്ഥലങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ചേർന്നുണ്ടായ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യം അത് ആത്മകഥ നന്നായിട്ടിരുന്ന് വായിച്ചെന്ന് തോന്നണല്ലേ? ആത്മകഥ നന്നായിട്ടിരുന്ന് വായിച്ചിട്ടുണ്ടല്ല. അതുകൊണ്ടാണ് അതിനകത്ത് പറയാത്ത ഇനിയും ചില കാര്യങ്ങൾ അമ്മയുടെ മനസ്സിലുണ്ട്. അത് വായിച്ചെടുക്കാം. പറയാൻ ആത്മകഥയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവെ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അതിനകത്ത് ഒരിക്കലും സ്വന്തം അനുഭവമാണ് എഴുതുന്നത്. അതിന്റെ തീക്ഷ്ണ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാട് എഴുത്തുകാർ എന്നോട് ചോദിച്ചു, അമ്മയ ഇത്ര തുറന്നെഴുതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രയും തുറന്നെഴുതണം, കാരണം അല്ലാതെ നമുക്ക് തുറന്നെഴുത്തല്ലേ ഒരു ഇതെന്ന് പറഞ്ഞു. പക്ഷേ ആ എഴുത്തിനെയും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹാസ്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഒരു വിഷമം തോന്നിക്കും, എന്നാൽ അതൊരു രസത്തോടു കൂടി എഴുതി തീർത്തു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ അനുഭവിച്ചത് ഞാനാണ്. അപ്പോൾ ആ ഒരു വേദന എല്ലാവരും അറിയണമല്ലോ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ആ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച്, ഹാസ്യത്തിലൂടെയാണ് എഴുതിയെങ്കിലും പക്ഷെ അതിനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വേദന അല്ല അമ്മയെ അനുഭവിച്ചത്. വലിയ വേദനകളാ, എല്ലാം വലുതെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല രീതിയിലും വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ജനിച്ച് വളർന്നത് മുതൽ പ്രസാദിൽ നിന്ന് അമ്മയെ ആകുന്നത് വരെ ഉണ്ടാവുന്നത് തന്നെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഇൻസിഡൻറ്റ് ഇപ്പോഴും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഇപ്പം ഹാപ്പി ഒന്നും സമയം കിട്ടാറില്ല. എല്ലാം ഓടി നടക്കുക, എല്ലാ പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇതിൽ വരുന്ന അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത, കാരണം ഒരാൾ നമ്മൾ ഏറ്റവും വളരെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളിൽ നിന്നൊരു ഇൻസിഡൻ്റ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ടോർച്ചർ ചെയ്ത, നമ്മളെ ഇല്ലാതാക്കുന്ന ഒരവസരത്തിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സംഭവം ഇതിനകത്ത് എന്നെ കൊണ്ട് പറയിച്ചേ പറ്റുള്ള ഏതൊരു സംഭവം അറിയണം അല്ലേ? അതിനാണ് അല്ലെ സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ്. വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ വായിച്ച എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയാനുള്ള കാര്യങ്ങളും അല്ല, അതൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്ന് അനുഭവങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ലൈഫ് ടേൺ ചെയ്യുന്നത്, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു അവിടെ വെച്ചിട്ടായിരിക്കും. എല്ലാവരും ചീത്ത മനുഷ്യരെന്ന് പറയണില്ല കേട്ടോ. ഇപ്പം 3 പേരോ 4 പേരോ ഒരു സ്ഥലത്ത് വന്ന് ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് പെട്ടപ്പോൾ അവിടെ നിന്നും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോവാൻ വന്ന ആൾക്കാരെല്ലാം മദ്യപാനികൾ എന്തൊക്കെ യൂസ് ചെയ്തതെന്നൊന്നും അറിയില്ല. അപ്പം അവരുടെ കൂടെ പോവേണ്ടി വന്നു. എന്നാൽ അതിൽ 2-3 പേർക്ക് തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത് വേറെ പല ചിന്തകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെങ്ങനെ സെക്ഷുവലി യൂസ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്ത്. അതിൽ നിന്നും ഉപയോഗിച്ചോ അതിലൊക്കെ നമ്മൾ ചിലപ്പം ഒരു പ്രശ്നം ആ സമയം അല്ലെങ്കിൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു സ്ഥലം നമുക്ക് അറിഞ്ഞിടാത്തൊരു സ്ഥലം അവിടെ നമ്മൾ ചിലപ്പം അതിൽ പെട്ടുപോകുമായിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അവിടെ രക്ഷകനായിട്ട് വന്ന ഒരാളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആളിൻ്റെ സഹായം മൂലമാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് പിന്നെ ഷൂട്ടും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയത്. പക്ഷേ അത് ഷൂട്ടിങ്ങിൻ്റെ മറവിൽ നടത്തിയ ഷൂട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്.
അങ്ങനെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് വേറൊരു വഴിയിലൂടെ ഞാൻ അവിടെ വന്നതാണ്. കാരണം ഇന്ന ആൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നതാണ്. പക്ഷേ അവിടെ ഉണ്ടായ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നിന്നും എന്നെ ഒരാൾ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് എനിക്ക് ഭയങ്കര എന്തോ അന്ന് ഒരു മാതാവിൻ്റെ കുരിശടിയൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒളിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ വീട്ടിലെത്തേണ്ട ഒരു സാഹചര്യം ഓടി രക്ഷപ്പെടുന്നത്. അത് പല ഇതിൽ നമ്മൾ കണ്ടതാണല്ലോ, പല ഇതിലും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഹോർമോൺ എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ആൽബം അതായിരുന്നു. ഒരു ട്രാൻസ്ജെൻഡർ ആവാൻ പോകുന്ന ഒരു പേഴ്സണെ ഒരു ലോറിയുടെ മറവിൽ കുറേ ലോറി താവളത്തിലുള്ള ആൾക്കാർ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതേ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഈ പ്രസാദ് അമ്മയാകാനായിട്ട് ഒരുപാട് ചിലവ് വേണ്ടി വന്നിട്ടുണ്ടാകും. കാരണം ഈ സർജറി എന്ന് പറയുന്നത് ഭയങ്കര, സർജറിക്ക് അപ്പുറത്ത് നിങ്ങൾക്കൊരു തയ്യാറെടുപ്പാണ്. കാരണം ഇത് ഒരു പ്രോസസ്സ്, അടുത്ത പ്രോസസ്സ്, അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നീണ്ട ഒരു വളരെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിലുള്ളൊരു ഈ ഒരു മണിയൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, അതെങ്ങനെ ആര് സഹായിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഈ സർജറിയിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു? പൊതുവേ നമ്മൾ ഈ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവാം സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെയും നമ്മൾ ഈ സർജറി എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഫണ്ട് ശേഖരിക്കേണ്ടി വരും. അപ്പോൾ ഫണ്ട് എന്നുള്ളത് കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആ കഥകളിലൂടെ പോകാൻ ഇപ്പോൾ അത്ര സത്യം പറഞ്ഞാൽ അതാണ്. അത് പലരും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ചിലപ്പം എന്താ പറയുന്ന ഒരു സെക്സൽ ഇതിലൊക്കെ പോയി. ഞാൻ പൊതുവേ എൻ്റെ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടാകും, പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സാഹചര്യം കൊണ്ട് അമ്മയെ ആവുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു, അപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു പോയ പാസ്റ്റുകളെക്കുറിച്ച് കൂടുതൽ ഞാൻ ബോധർ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാഹചര്യം ഒരുപാട് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പറഞ്ഞു, അതെല്ലാവർക്കും അറിയാമെന്നുള്ള മത്സരിച്ചതും ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയായി ഈ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ട്രാൻസ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ അങ്ങനെ എത്തിയെന്നുള്ളു. പക്ഷേ അതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ഒരു അനാലിസിസ് ഇപ്പോഴും ഉണ്ട്. കാരണം പലപ്പോഴും ഇത്രയും നമ്മൾ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച് നിങ്ങളത് തന്നെ ഉൾക്കൊണ്ട് പലരും വരുന്നുവെങ്കിൽ പോലും പക്ഷേ നിങ്ങളെ സമൂഹം ഇപ്പോഴും പൂർണ്ണമായി അങ്ങ് ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തക കൂടെ എന്നുള്ള നിലയിൽ, അവരുടെ ഒരു സാമൂഹ്യക്ഷേമത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഞാനിപ്പോൾ ഇലക്ഷൻ മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പോത്തങ്കോട് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഇപ്പോഴും മറക്കാൻ പറ്റില്ല, കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കൊക്കെ വിസിബിലിറ്റി ഉണ്ടോ എന്നല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സാഹചര്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ അനുഭവിക്കുന്ന വേദന അത് വലുത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃത്യമായ ഒരു തൊഴിൽ, എല്ലാവർക്കും ഒരു ജോലി വേണം. പല മേഖലകളിൽ ഇപ്പോൾ സ്വന്തമായി സ്വയം തൊഴിലൊക്കെ നടത്തി ചെയ്യുന്ന ചിലപ്പോൾ എണ്ണിയാൽ ഒതുങ്ങുന്ന ഒരു 50-നകത്ത് ആൾക്കാർ മാത്രമാണ് മേക്കപ്പ് ഫീൽഡുമായിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും അല്ലാത്ത അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനുമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നത്. ഇപ്പോൾ ജ്യൂസ് മേക്കറായിരിക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ തുടങ്ങി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ സാരി കണ്ടിട്ടില്ലേ, ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കൊക്കെയും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. 100%-ൽ 20% കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ്. അപ്പം ഈ എല്ലാ മനുഷ്യർക്കും ജോലി ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോവേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി വേണം, കൃത്യമായൊരു ജോലി വേണം. അപ്പോൾ അതിനെന്താ അവരതിന് സന്മനസ് കാണിക്കാത്തതുകൊണ്ടാണ്. അത് ഞാൻ പറയാൻ കാരണം അവയെ തന്നെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മൾ മെട്രോയിൽ ജോലി കൊടുത്തു, പക്ഷേ പലരും ആ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് അത് വേണ്ടാന്നുള്ള, അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റു മാർഗ്ഗങ്ങൾ എന്താണോ അത് അവർ ചൂസ് ചെയ്ത് പോകുന്നു. പലരും ഇപ്പോഴും നിൽക്കുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന അവരെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇവിടെ മറ്റുള്ളവർ ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളുണ്ട്, അങ്ങനെ ജീവിക്കാമെന്ന് കൊണ്ടുവരുമ്പോഴും ഒരു വിഭാഗം ഒരു വളരെ കുറച്ചായിരിക്കാം
അവർ വീണ്ടും സെക്സ് വർക്ക് എന്നുള്ള തരത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അവരെ കൂടി ഇതിനകത്ത് കൊണ്ടുവരണ്ടേ? അതൊക്കെ തെറ്റിദ്ധാരണയാണ്. മെട്രോയിൽ ജോലി കൊടുത്തത് ഇത്ര ലിമിറ്റേഷൻ ആൾക്കാർക്കാണ് മെട്രോയിൽ ജോലി കിട്ടിയത്. ആ കിട്ടിയ ആൾക്കാരിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന 4-5-6-7 പേരുണ്ട്. എന്നാൽ കുറച്ച് പേര് മാറിയതിന് സാഹചര്യം സാലറി എന്നൊക്കെ പറയുന്നത് എത്രയോ പരിമിതമാണ്. അപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വീട് റെൻറ്റിന് കൊടുക്കുന്ന വീടാവാം, മെഡിസിൻ ആവാം, ഡ്രസ്സാവാം, മറ്റു ആഹാരം കഴിക്കുന്നതാവാം, പല കാര്യങ്ങൾക്കും അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടിയ ജീവിക്കുന്ന ആൾക്കാരുണ്ടോയെന്നല്ല, ജീവിക്കാവുന്നവരുണ്ട്. പക്ഷേ ഒരു തുച്ഛമായ എമൗണ്ടിൽ ജീവിക്കുന്ന അത് ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർ, ഒരു 4-5 പേരാണ് മെട്രോയിൽ ജോലി കിട്ടിയത് മാറിയത്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നും പറഞ്ഞാൽ ആർക്കും ജോലി വേണ്ട, ജോലി കിട്ടിയാൽ എല്ലാവരും ജോലി ചെയ്യില്ല എന്നല്ല, എല്ലാവർക്കും ജോലി വേണം. ജോലി കണ്ടെത്താൻ ഓടിക്കൊണ്ട് നടക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ജോലി കിട്ടിയാൽ അത് നല്ല രീതിയിൽ സ്വീകരിക്കാൻ കഴിവുള്ളായിരുന്നു. ഒരു വീട് കിട്ടിയാൽ ആ വീടിനെ നല്ല ഭംഗിയായിട്ട്, പണ്ടൊക്കെ റെൻറ്റിന് വീട് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ വീട് കൊടുക്കത്തില്ല ആര്. ഇപ്പോൾ ട്രാൻസ്പേഴ്സൺസിന് വീട് കൊടുക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. അവർ അതിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ട്രാൻസ്ജെൻഡർ ആണോ, ഓക്കെ കൊടുക്കാമല്ലോ എന്നുള്ള സാഹചര്യത്തിലെത്തി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീടിനെ അത്ര ഭംഗിയായി സൂക്ഷിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു 10% അല്ലെങ്കിൽ ഒരു 5% ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഇല്ലായ്മയായിരിക്കും. പക്ഷെ ബാക്കി ഒരു 80% ആൾക്കാരും അങ്ങനെ തന്നെ കെയർ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് വീടൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരു ഹൗസ് ഓണറിന് സ്വന്തം വീട് പോലെ അവർ സൂക്ഷിക്കുന്നതിനേക്കാളും ഭംഗിയായി സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഒരു ജോലി കിട്ടിയാൽ ആ ജോലിയെ കൃത്യമായി അത് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളാണ് നമ്മളെന്നുള്ളതാണ്. എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ ആൾക്കാരാണ്, ഈ ജോലി കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലി കിട്ടും. ഇപ്പം പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാനൊരു ടെക്സ്റ്റൈൽസിൽ ഒരാൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴും 100% കൊണ്ടുവരാനാണ് പറഞ്ഞത്. നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന രാജകുമാരി. അപ്പം അവിടുത്തെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പിന്നെ തീർച്ചയായിട്ടും വരാൻ പറയൂ, 3-4 പേര് വരാൻ പറയും, ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ എടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകളുടെ സന്തോഷമാണ്. അതിനെന്താ വരാൻ പറയൂ, ജോലിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വിഭാഗം ഇപ്പോഴും നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങളിലേക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ നല്ലൊരു ലൈഫിലേക്ക് വരാം, നിങ്ങളതൊക്കെ മതി, അങ്ങനത്തെ രീതിയിലേക്ക് പോകരുത്, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു, ഓക്കെ, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി സെക്സ് വർക്കറായി കുഴപ്പമില്ല, പക്ഷേ ഇനി നിങ്ങൾ ഞങ്ങളിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വരാത്ത ഒരു വിഭാഗം ഉണ്ടാകുമോ? എങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത്?